എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എനിക്ക് ഒരു തവണ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് ഇവിടെ അടുത്താണ് എനിക്ക് നടന്നത്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അന്നേരം എനിക്ക് ഞാൻ സൈക്കിളിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ബ്രേക്ക് പൊട്ടിയല്ല, ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിളായിരുന്നു ആക്ച്വലി. ഞാനാണെങ്കിൽ ബ്രേക്കില്ലാത്ത സൈക്കിളിൽ ഇവിടെ കാണുന്നൊരു കുത്തന തേരിയിൽ ഞാൻ ചെന്ന് ഇറക്കി കൊടുത്തു. ബ്രേക്ക് പൊട്ടി ഞാൻ നേരെ താഴെ ചെന്ന് ഒരു മതിലിൽ ഇടിച്ച് വീണു. ഒട്ടും ബ്രേക്കില്ലായിരുന്നു. അങ്ങനെ ആ വീഴ്ചയിൽ എനിക്ക് ഈ കാണുന്ന വീട്ടിലാണ് ഞാൻ നേരത്തെ താമസിച്ചിരുന്നത്. അത്യാവശ്യം നല്ലൊരു വീടാണ്. ആകെയുള്ളൊരു പ്രശ്നം വെള്ളം ഒരു ഫ്ലോറിനുള്ള വെള്ളം. അത് ഈ കാണുന്ന തേരിയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക് പൊട്ടി പോയത്. ഇത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, ബട്ട് ഇത് നല്ലൊരു കുത്തന തേരിയാണ്. ഇവിടെ നിന്ന് ഞാൻ ബ്രേക്ക് പൊട്ടി ആ കാണുന്ന മതിൽ ചെന്ന് ഇടിച്ച് വീഴുകയായിരുന്നു. ഇടിച്ച് വീണൊന്നുമില്ല, ഇവിടെ ഇടിച്ചിട്ട് ഇങ്ങനെ നിന്നുപോയി. ഇവിടെയാണ് ഈ സ്ഥലത്താണ് നമുക്കിത് നടന്നത്. ആ കാണുന്ന തേരിന്ന് ബ്രേക്ക് പൊട്ടി ഇവിടെ ഇടിച്ച് ഇവിടെ നിന്ന് വീഴുകയും ചെയ്തു. അന്നേരം എനിക്ക് ആ കാണുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്തായിരുന്നു. അതൊക്കെ ഓർക്കുമ്പം അന്നത്തെ വീഴ്ചയിൽ അത് വലിയൊരു വീഴ്ചയായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടി വെയിനിൽ ബ്ലഡ് ക്ലോട്ടായി നിന്ന് അത് നല്ലൊരു സീനായിരുന്നു. പിന്നെ അത് നല്ല വേദന ഉണ്ടായിരുന്നു. അന്ന് രാത്രി ആശുപത്രിയിൽ പോയില്ല, പിറ്റേന്നാണ് എന്നെ കൊണ്ടുപോയത്. അന്ന് കൊണ്ടുപോയപ്പോൾ കാലൊക്കെ നല്ല ബലൂൺ ധരിപ്പിച്ച കണക്കിരുന്ന് ഒരു സൈഡ് പോർഷൻ, ആ മുട്ടിൻ്റെ പോർഷനിലായിട്ടുള്ള ലിഗമെൻറ്റ് പൊട്ടി അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് മുറിഞ്ഞിരുന്നെങ്കിൽ അതുവഴി ബ്ലഡെങ്കിലും പോയേനെ. പക്ഷെ ഇത് ചെറിയൊരു പോറലേ വന്നുള്ളൂ. നമ്മുടെ ആ ബ്ലഡ് പോകാനുള്ള അത്ര ആഴത്തിന് മുറിവ് വീണില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു പണിയാണ് കിട്ടിയത്. എനിക്ക് അവിടെ ബ്ലഡ് ക്ലോട്ടായി, പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനോ ഒന്നും കഴിക്കാനോ ഒന്നിനും തോന്നിയിട്ടില്ല. അന്ന് ഞാൻ കിടന്ന് നല്ല വേദന അനുഭവിച്ചിട്ടോ. എൻ്റെ കൈ എല്ല് പൊട്ടിയിട്ടുണ്ട്, അതിനേക്കാളും ഞാൻ വേദന അനുഭവിച്ചത്. കാരണം അന്ന് ഒരു രാത്രി ഫുള്ളും കടിച്ചു പിടിച്ച് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. നല്ല പെയിനുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് കാലിനൊന്നും മുറിച്ച് മാറ്റേണ്ട അങ്ങനെ അവസ്ഥയൊന്നും വന്നിട്ടില്ല. കാരണം ബ്ലഡിങ്ങനെ ക്ലോട്ടായി അങ്ങനത്തെ കേസൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കെന്തോ ലക്കുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. എനിക്കിപ്പം 2 കാര്യമുണ്ട്. എനിക്കിപ്പം ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് തന്നെ, ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടിയും വല്ലതും ഓടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നതാണ്. ഭാഗ്യത്തിന് കാല് രണ്ടും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എൻ്റെ കയ്യിലല്ല, എൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇതേപോലത്തെ വണ്ടികൾ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ മോനെ ഓട്ടോമാറ്റിക് വണ്ടിയോ ഇലക്ട്രിക് വണ്ടിയോ ഓഫ് ചെയ്യേണ്ടി വന്നേനെ. എന്തായാലും എനിക്ക് ഭാഗ്യമൊക്കെ ഉണ്ട്. അന്ന് ആ വീഴ്ചയിൽ തലയ്ക്കൊന്നും പോറലേക്കത്തത് ഭാഗ്യമെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അമ്മാതിരി വീഴ്ചയാണ് ഞാൻ വീണത്. നല്ല ഇടി ഇടിച്ച് അവിടെ കാണുന്ന ഞാൻ മതിൽ കാണിച്ചതല്ലേ, അവിടെ ചെന്ന് നല്ലൊരു ഇടിയാണ് കിട്ടിയത്. നല്ല ഇടി, അത്രയും മോളിൽ നിന്നൊക്കെ വന്ന് വീണിട്ട് ഇടിക്കാൻ. ഞാൻ കുറച്ച് വർക്കൗട്ടും കൂടെ അന്ന് ചെയ്തു തുടങ്ങാം. അന്ന് ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് ഇരുന്നത്. വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരീരം കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ടാണെന്നും പറയാം. ഏകദേശം സ്ട്രോങ് ആയതുകൊണ്ടാണെന്നും നമുക്ക് പറയാം. നമുക്ക് അധികം കാലിൻ്റെ എല്ലൊന്നും പൊട്ടിയില്ല. സൈക്കിളിൻ്റെ ആ ഒരു തൂണിലിടിച്ചാണ് എനിക്ക് ഇങ്ങനെ പോറൽ വന്നത്. ഭാഗ്യത്തിന് എല്ലൊന്നും പൊട്ടാത്തത്, ബട്ട് ലിഗമെൻറ്റ് പൊട്ടി. എൻ്റെ അവിടെ ബ്ലഡ് വെയിനിനകത്താണ് ബ്ലഡ് ക്ലോട്ടായി കിടന്നു. അങ്ങനെ 8ൻ്റെ പണി കിട്ടി. നല്ല വേദന ഉണ്ടായിരുന്നു, കുറേ അനുഭവിച്ചു. ഭാഗ്യത്തിന് വേറെ അധികം പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് കുറച്ച് അനുഭവിക്കേണ്ടി വന്നാലും എന്തായാലും നമുക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു.
വഴി മാർക്ക് ഇവിടെ നിന്ന് പോയാൽ അങ്ങോട്ട് പോകാം. ഇതുവഴി കൂടെ പോയാൽ നമുക്ക് മെയിൻ റോഡ് ഇറങ്ങാൻ പറ്റും. ഇതുവഴി വന്നിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ട്. അവിടെ അത് ഏതൊരു വീട്ടിൻ്റെ നട. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നെ നമ്മുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഇത് നടക്കുന്നത് 2018-19 കൊറോണയ്ക്ക് മുമ്പാണ് ഈ സീൻ നടക്കുന്നത്. ഈ കൊറോണയ്ക്ക് മുമ്പാണ് നമുക്ക് ഇങ്ങനത്തെ സീനൊക്കെ നടക്കുന്നത്. സോ കൊറോണ ടൈമിലായിരുന്നു വന്നിരുന്നെങ്കിൽ 8ൻ്റെ പണി കിട്ടിയാണ്. കാരണം ഓപ്പറേഷനും അതും ഇതൊക്കെ തെണ്ടിപ്പോയേനെ. രണ്ടായിരത്തി 18-19 ഇയറിൽ നമുക്ക് ഓപ്പറേഷനും കഴിഞ്ഞ് കുറച്ച് റെസ്റ്റിംഗ് ആയിരുന്നു വീട്ടിൽ. അങ്ങനെ കുറേ ഡിപ്രഷനൊക്കെ അടിച്ച് വീട്ടിലിരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മുടിയൊക്കെ കുറച്ച് സീനൊക്കെ ആയി. ഡാൻഡ്രഫും അതും ഇതൊക്കെ ചെയ്യാൻ ഉള്ള കാര്യം ഞാൻ ഒരു ഡാൻഡ്രഫ് എങ്ങനെ ഞാൻ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടേക്കാണ് കേട്ടോ. ഇതാണ് രാജേഷ് റോഡ്. സോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടേക്കാം. സോ വരണ്ടേ. സോ ഇതാണ് നമുക്കുണ്ടായ നമ്മുടെ കാലിൻ്റെ ആക്സിഡൻറ്റ്. സോ അതൊക്കെ ഓർക്കുമ്പം കുറച്ച് വിഷമമുണ്ട്. കാരണം കുറേ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. കുറച്ച് പൈസയൊന്നും അധികം ഇല്ലായിരുന്നു ആ ടൈമിൽ. ഇങ്ങനെയൊക്കെ പറ്റിയപ്പം കുറച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ഞാൻ ഒരു ജോലിക്ക് പോകുന്ന ഒരു ടൈമിലാണ്. അന്ന് എനിക്ക് 17-18 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അന്ന് ഞാൻ ജോലിക്ക് പോകുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഈ സൈക്കിളിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കേണ്ടി വന്നത്. സോ അങ്ങനെ ജോലിക്കാര്യവും പോയി, അങ്ങനെ കുറേ കാര്യം ബുദ്ധിമുട്ടേണ്ടി വന്നു. സോ അത് ഒരു അത്ര വലിയ സീനാക്കില്ല. പിന്നെ നമ്മളിങ്ങനെ ഇവിടം വരെ എത്തിയില്ലേ. സോ അതാണ് എൻ്റെ കാലിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലും എല്ലാം മെൻഷൻ ചെയ്തേക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടതിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.